ധർമാർത്ഥ കാമമോക്ഷം എന്ന പുരുഷാർത്ഥം മുഴുവൻ പൂർണ്ണമായിട്ട് അനുസരിപ്പിച്ചും ജീവിച്ച ഒരു സന്തുഷ്ടനായ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ്റേത്. ധർമ്മ അർത്ഥ കാമമോക്ഷം. ധർമ്മം, മനുഷ്യന് ധർമ്മം ധാർമ്മികമായിട്ട് ജീവിക്കണം. അർത്ഥം, ധനമുണ്ടാകണം, ധനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാമം, ആഗ്രഹങ്ങളിലെ ഇച്ഛാശക്തി, ധനമുണ്ടാകണമെങ്കിൽ ഇച്ഛാശക്തി വേണം. ഇച്ഛാശക്തിയോടെ അധ്വാനിക്കണം. അധ്വാനിച്ച് അങ്ങനെ ധനമുണ്ടായാൽ അത് ധാർമ്മിക മാർഗത്തിൽ കൂടെ ആകണം ഉണ്ടാകുന്നത്. ധാർമ്മിക മാർഗത്തിൽ കൂടി ഉണ്ടാകുന്ന പണം ധാർമ്മികമായ മാർഗത്തിൽ കൂടെ ചിലവാക്കണം. അങ്ങനെ ഇച്ഛാശക്തിയോടെ, അതിനാണ് ധർമാർത്ഥം. ഇത് മൂന്നും അങ്ങനെ ധനമുണ്ടായാൽ അത് സന്തോഷമായിട്ട് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷമാണ് മോക്ഷം എന്ന് പറയുന്നത്. മരണശേഷം മറ്റൊരു ലോകത്ത് ചെന്നിട്ടല്ല മോക്ഷമെന്ന് പറയുന്നത്. മോക്ഷം ഇവിടെ തന്നെ, പ്രേയസും ശ്രേയസും. ഇവിടെ സുഖം അനുഭവിക്കാത്തവരുണ്ടോ മരണശേഷം സുഖം അനുഭവിക്കാൻ പോകുന്നു? ഇല്ല. അപ്പം ഇവിടെ സന്തോഷം അനുഭവിക്കണം. ആ പൂർണ്ണമായ ധർമാർത്ഥ കാമമോക്ഷം എന്ന പുരുഷാർത്ഥം, അതായത് ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ മരിക്കുന്ന വരെയുള്ള സമയം അവൻ ചെയ്യേണ്ട കർമ്മങ്ങളാണ്, ധാർമ്മികമായ കർമ്മങ്ങളാണ് ഈ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതത്തെ ഉയർത്തി നമ്മുടെ ജീവാത്മാവിനെ ഞാനാകുന്ന ഈ ഞാനെന്ന് പറയുന്ന ഈ ശരീരമല്ല, ഈ കൈയല്ല, കാലല്ല. അങ്ങനെയാണെങ്കിൽ ഇത് എൻ്റെ കൈയെന്ന് ഞാൻ പറയത്തില്ലല്ലോ. ഞാനാണ് കൈയെന്നല്ല പറയുള്ളൂ. എൻ്റെ കൈയെന്ന് പറയും. അപ്പം ഞാനാരാണ്? ആത്മാവ്. ആ ഞാനും പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ആ പരമാത്മാവിലോട്ടുള്ള യോജിപ്പിന് ധർമാർത്ഥ കാമമോക്ഷത്തിലൂടെ വേണം നമ്മൾ പടിപടിയായി ഉയരാൻ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ജനിച്ചു വളർന്നു മരിച്ചു, അതിനകത്ത് എന്തോ ഒരു അടയാളം, നമ്മൾ ഈ ലോകത്ത് വന്ന് ജീവിച്ചാൽ ഒരു അടയാളം ഉണ്ടാക്കിയിട്ട് വേണം തിരിച്ചു പോകാൻ. എന്നാൽ ശ്രീരാമനെ പൂർണ്ണാവതാരമല്ലേ? ശ്രീകൃഷ്ണന് ശേഷമുണ്ടായ ശ്രീരാമനല്ലേ? എന്തുകൊണ്ട് ശ്രീരാമനെ നമ്മൾ പൂർണ്ണ അവതാരം എന്ന് പറയുന്നില്ല എന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല, ഒരിക്കലും കരഞ്ഞിട്ടില്ല, എപ്പോഴും സന്തോഷം. പിന്നെ ഭാഗവതത്തിൽ നമ്മൾ പറയാറില്ലേ കുചേലവൃത്തത്തിൽ, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അത് എന്തുകൊണ്ടോ ശൗരി, അതായത് കുചേലനെ തൻ്റെ സതീർത്ഥനെ കണ്ടിലുള്ള സന്തോഷം കൊണ്ടുള്ള അശ്രുക്കളാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ആ ദൈന്യനെ ഇത് കണ്ടിട്ട് ഉള്ള സന്താപം കൊണ്ടല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയല്ല, സന്തോഷത്തിൻ്റെ കണ്ണുനീരല്ലാതെ ശ്രീരാമനുണ്ടായിട്ടില്ല. അതേസമയത്ത് ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ശ്രീരാമനോ സീതയെ അയോധ്യയിൽ നിന്ന് തന്നെ കാട്ടിലോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. ശ്രീരാമൻ വനത്തിൽ ചെന്ന് രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ കരഞ്ഞു, ഇല്ലേ? കാട്ടിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷിവൃന്ദമേ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു പക്ഷമലാക്ഷിയെ മമ ജനകപുത്രി തന്നെ. പക്ഷിവൃന്ദമേ, വൃക്ഷജാലമേ, മൃഗങ്ങളെ എല്ലാവരോടും ചോദിച്ച് കരഞ്ഞു നടന്നു. അതുപോലെ തന്നെ പ്രശ്രവണ മലയുടെ മുകളിലിരുന്നപ്പോൾ നട്ടുച്ചയ്ക്ക് ഇറങ്ങി പാറപ്പുറത്തിരുന്നു. അപ്പോൾ ലക്ഷ്മണൻ ചെയ്ത് എന്തായി വെയിലത്തിരിക്കുന്നത്? ഇത് നല്ല നിലാവുണ്ടാകൊണ്ടിരിക്കുകയാണ്. മാനസ വിഭ്രാന്തി തന്നെ ശ്രീരാമനുണ്ടായി. അതുപോലെ തന്നെ ശ്രീരാമൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്തിനായിരുന്നു? ധർമ്മത്തെ മാത്രം മുറുകെ പിടിച്ച്. അതാണ് ധർമ്മം മനുഷ്യരൂപമായിട്ട് അവതരിച്ചതാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞത്. കൃഷ്ണൻ അങ്ങനെ ആയിരുന്നില്ല, പുരുഷാർത്ഥം. അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കഥകളെല്ലാം നമ്മുടെ ഭാഗവത പുരാണത്തിലുണ്ട്. പിന്നെയുള്ളത് ഈ അവതാരങ്ങളിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും മാത്രമല്ല, നിരവധി കഥാപാത്രങ്ങളും ഇതിനകത്തുള്ളതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാനാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള മാത്രമല്ല, മുതിർന്നവർക്ക് ജീവിതത്തിൽ പകർത്താനുള്ള പല കഥകളുമുണ്ട്. ഭഗവത്ഗീതയിൽ കഥകളില്ല. ശ്രീകൃഷ്ണൻ അർജുനെ പൂജ്യത്തിൽ നിന്നും പൂർണ്ണതയിലോട്ട് എത്തിക്കുകയായിരുന്നു ചെയ്തത്. ഒന്നും അറിയാതെ തളർന്നിരുന്നു പോയ അർജുനെ ഉയർത്തി എഴുന്നേറ്റ് അർജുനനെ പൂജ്യനാക്കിയിട്ട് മനസ്സിലുള്ളതുകൂടെ കളഞ്ഞിട്ട് ഉയർത്തി ഭഗവാനിലോട്ട് എത്തിക്കുകയായിരുന്നു അവിടെ ശ്രീകൃഷ്ണൻ ചെയ്തത്. ഇന്നിപ്പം നമ്മളിവിടെ 2 അവതാരങ്ങളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. മത്സ്യം, കൂർമ്മം, വരാഹം. ഈ വരാഹ അവതാരം എന്ന് പറയുന്നത് എന്താണ്? എന്നോട് പലരും ചോദിക്കാറുണ്ട്, വരാഹം എന്തുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിന് ഈ വരാഹമല്ലാതെ മറ്റെന്തെങ്കിലും ആനയുണ്ട്, കുതിരയുണ്ട്, നല്ല പശുക്കളുണ്ട്, കാളയുണ്ട്, എല്ലാം ഉണ്ട്, ഈ വരാഹമായിട്ട് അവതരിച്ചു? ഭഗവാന് ഈ ലോകത്തിലെ ഏറ്റവും നികൃഷ്ട ജീവിയാണ് വരാഹം, ഇല്ലേ? വരാഹമായിട്ട് ഭഗവാൻ വന്നെന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കഥയാണോ? അതുകൊണ്ട് എന്താണ് ഈ വരാഹ അവതാരം എന്ന കഥ കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. വരാഹം അവതാരം എന്ന് പറഞ്ഞാൽ, അതായത് വൈവസ്രവ മനു പ്രപഞ്ചത്തിലെ
സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിലൊക്കെ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ അമേരിക്കയിലോ എന്നൊന്നും പറയുന്നില്ല, പ്രപഞ്ചത്തിൽ ഭൂമിയിൽ സൃഷ്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭൂമി ജലത്തിൽ തന്നുപോയി. ആ സമയത്ത് അവിടെ പന്നിയായിട്ട് ഭഗവാന്റെ വിഷ്ണുവിൻ്റെ മൂക്കിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുഞ്ഞ് വന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് അത് അവിടെ നിന്ന് വളർന്ന് വികസിച്ച് തൻ്റെ തേറ്റമേൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു തൽസ്ഥാനത്ത് വെച്ചു എന്നാണ് ഇവിടെ കഥ. അപ്പോൾ അതിനൊരു തത്വമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കുക. ഉർവിയും കൊണ്ടു രസാതലം തന്നിലെ ഗർഭിതനായ ഹിരണ്യാക്ഷനെ തഥാ ഘോണിയായി ചെന്നവൻ തന്നെ വധിച്ചുടൻ ശോണിയെ തേറ്റമേൽ പൊങ്ങിച്ചതും ഭവാൻ. അങ്ങനെ വെള്ളത്തിച്ച് എന്താണ് ഈ ഭൂമിയും കൊണ്ട് ജലതിയിൽ പോയതിൻ്റെ അർത്ഥം? അതായത് സസ്യസമ്പൂർണമായിരുന്ന ഭൂമി ഭരണാധികാരിയുടെ അശ്രദ്ധ മൂലം, ഭരണാധികാരിയുടെ ദുഷ്പ്രവൃത്തി മൂലം അല്ലെങ്കിൽ ആസുരീകത മൂലം ഊഷരമായി പോയി. അതായത് പ്രകൃതിയെ മാനിക്കാതെ, പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഭൂമി ഊഷരഭൂമിയായി പോവുക. കൃഷിയെല്ലാം നശിച്ച് മഴയില്ലാതെ അങ്ങനെ ആയപ്പോൾ ജനങ്ങളെല്ലാവരും മനുവിൻ്റെ അടുത്ത് പറഞ്ഞു. മനു ഈ കാര്യമായിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തിരുന്നു, വിഷ്ണുവിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ വിഷ്ണു അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ, പ്രകൃതിയെ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ, പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പോലെ വയനാട് പോലുള്ള ദുരന്തങ്ങളൊക്കെ വന്നിരിക്കുന്ന ഭരണാധികാരിയുടെ ആ പ്രവർത്തനം മൂലമാണ്, ആസുരികത മൂലമാണ്. അപ്പം ഹിരണ്യാക്ഷൻ എന്ന ഭരണാധികാരിയുടെ ആസുരികത മൂലം ഭൂമി കൃഷിയില്ലാതെ നശിച്ചു പോയി എന്നാണ് ഇതിനർത്ഥം. അത് ജലധി. എന്താണ് ജലധി എന്ന് പറഞ്ഞാൽ? ആ ജലധിയെ ഉയർത്തി എന്ന് പറയുന്നത് എന്താണ്? അതായത് മണ്ണ്. ഈ മണ്ണ് എന്ന് പറയുന്ന അതിനകത്ത് വെള്ളം വീണാൽ അത് ചെളിയാകും. ഇവിടെ ചെളിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് വരാഹം അഥവാ പന്നി എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെ ഇവിടെ പന്നിയായി അവതരിച്ചു. എന്നിട്ട് ഭഗവാൻ തന്നെ ആ ചെളിയിൽ നിന്നും ഭൂമിയെ ഉയർത്തുകയും ചെയ്തു. നമ്മുടെ മുണ്ടയിലൽപ്പം ചെളി പറ്റി, വെള്ളം അല്പം മണ്ണി വീണു, അവിടെ ചെളിയായി. അത് നമ്മുടെ മുണ്ടയെ പറ്റി മുണ്ട ചെളിയായി. ആ ചെളി കഴുകിക്കളയണം, വൃത്തിയാക്കണമെങ്കിലും അതേ ജലം തന്നെ നമുക്ക് ആവശ്യമാണ്, അല്ലേ? അപ്പം ഇവിടെ ഭഗവാൻ ജലമായിട്ടും ഭഗവാൻ തന്നെ പന്നിയായിട്ടും അവതരിച്ച് ഭൂമിയെ നന്നാക്കി മാറ്റി എന്നുള്ളതാണ് ഈ വരാഹ അവതാരത്തിൻ്റെ അർത്ഥമുള്ളൂ. അല്ല, ഇവിടെ പന്നിയായിട്ടൊരു അവതാരം ഉണ്ടായിട്ടില്ല. പിന്നെ ആ കഥ പറയുന്നത് മനുഷ്യന് മനസ്സിലാക്കാനുള്ള ഒരു താത്വികമായ ഒരു പ്രകൃതിപരമായിട്ടുള്ള വലിയ ഭൗതികമായ ഒരു രൂപമായിട്ട് മനസ്സിലാക്കുന്നത്. ആരാണ് ഈ ഹിരണ്യാക്ഷൻ? അതുകൂടെ അറിയണം. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അധ്വാനിച്ച് എത്രയോ കഷ്ടപ്പെട്ടാണ് മനസ്സിനെ ഉയർത്തി കർമ്മം കൊണ്ട് നമ്മൾ ഉയർന്ന ഭഗവാന്റെ പാദത്തിൽ എത്തണമെന്നല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലേ? ഭഗവത് പാദത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ഈ കർമ്മം കൊണ്ട്, ധാർമ്മികമായ കർമ്മം കൊണ്ട് നമ്മൾ ഉയരം. അതൊരു ജന്മം കൊണ്ട് പറ്റില്ല. ഇന്നങ്ങോട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ മക്കളോ അവർ ഒരു കർമ്മം ചെയ്തു അല്ലെങ്കിൽ പിതൃകർമ്മം ചെയ്തൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലോട്ട് പോയെന്നൊന്നും വിചാരിക്കണ്ട. മനുഷ്യന് പുനർജന്മം ഉണ്ടെന്ന് പറയുന്നു. അത് നാളെയാകാം, 1 കൊല്ലം കഴിഞ്ഞാകാം, 1,00,000 കൊല്ലം കഴിഞ്ഞും ആകാം. എന്നാൽ നമ്മൾ പുനർജന്മിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു സങ്കല്പങ്ങളാണ്, മനസ്സിലായോ? നമ്മളെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം സങ്കല്പമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ കർമ്മം കൊണ്ട് ഉയർന്നുയർന്ന് പടിയായി ജന്മാന്തരങ്ങൾ കൊണ്ട് ഉയർന്നിട്ട് വിഷ്ണു പാദങ്ങൾ വരെ എത്തി. വിഷ്ണുവിൻ്റെ കാവൽക്കാരനായിട്ട് അവിടെ എത്തിയ ജയവിജയന്മാർ 2 പേരുണ്ട്. നമ്മുടെ മനോജ് കജയൻ്റെ അച്ഛൻ ജയനും അവരൊന്നുമല്ല. ജയവിജയന്മാർ എന്ന് പറയുന്ന 2 പേര് വിഷ്ണുവിൻ്റെ വൈകുണ്ഠം, അതാണ് വിഷ്ണു താമസിക്കുന്ന സ്ഥലത്തിന് നമ്മളിട്ടിരിക്കുന്ന പേര്. ആ വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായിട്ട് ജയവിജയന്മാർ നിൽക്കുകയാണ്. അറിവിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും ഭഗവാന്റെ പാദത്തിൽ വരെ എത്തില്ല, കാവൽക്കാർ വരെ ആകാൻ സാധിച്ചുള്ളൂ. എത്രയോ കടമ്പകൾ കടന്നാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ധാർമ്മിക അല്ലെ ആധ്യാത്മികതയിൽ നമ്മൾ എത്ര ഉയർന്നാലും എവിടെ വെച്ച് നിർത്തുന്നോ അവിടുന്ന് നമ്മൾ താഴോട്ട് പതിക്കാനും സാധ്യതയുണ്ട്. അതാണ് സ്വർഗത്തിൽ പോയാലും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീണ്ടും ജനിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇവരവിടെ നിന്ന സമയത്ത് നമ്മുടെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ, സനകാദി കുമാരന്മാർ അവരവിടെ വന്നു. വിഷ്ണുവിൻ്റെ കൊച്ചു കുട്ടികളായിട്ട് അവിടെ വന്നിട്ട് ജയവിജയന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിഷ്ണുവിനെ ഒന്ന് സന്ദർശിക്കണം, വിഷ്ണു ഭവനെ. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം പറ്റി, ഇവരെ കണ്ടിട്ട് അത്ര വലിയ അതിനുള്ള യോഗ്യതയൊന്നും ഉള്ളവരായിട്ട് തോന്നിയിട്ടില്ല. 2 പിള്ളേർ വന്നിട്ട് വിഷ്ണുവിനെ കാണണമെന്ന് പറയാം. അങ്ങനെ അങ്ങോട്ട് കയറ്റി വിടും, ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല, നിങ്ങളിപ്പോൾ വിഷ്ണുവിനെ വിഷ്ണുവിനൊട്ട് സമയമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. അത് പറ്റില്ല, ഞങ്ങൾ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്, ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല എന്ന് ഇവർ ശാഠ്യം പിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളാരാന്ന് മനസ്സിലായില്ല എങ്കിൽ
നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളെങ്ങനെയാണ് ഇവിടം വരെ ഈ ഒരു ലെവൽ വരെ എത്തിയത്? അജ്ഞാനികളാണ് നിങ്ങൾ, ജ്ഞാനമില്ലാത്തവരാണ്. ജ്ഞാനികളായ ഞങ്ങളെ മനസ്സിലാക്കാനുള്ള ജ്ഞാനമില്ലാതെ പോയ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ അസുരന്മാരായിട്ട് ഭൂമിയിൽ പോയി വീണ്ടും ജനിക്കുക എന്ന് ശപിച്ചു. ആര്? ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ, സനകാദി മുനികൾ. അവർ വന്നിരിക്കുന്ന കൊച്ചുകുട്ടികളായിട്ടാണ്. അപ്പോൾ അത് കേട്ട് ഇവർ പറഞ്ഞു അത് പറ്റില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് വിഷ്ണു വന്നിച്ചു, എന്താ ഇവിടെ പ്രശ്നം, നിങ്ങൾ തമ്മിൽ ഒരു കശപിശ നടക്കുന്നല്ലോ, അപ്പോൾ സംഗതി ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു പറയോ, ഏതായാലും അവർ ശപിച്ചു പോയില്ലേ, ഒരാൾ ശപിച്ചാൽ ആ ശാപം അതുപടി എടുത്ത് മാറ്റാൻ വിഷ്ണുവിന് പോലും അവകാശമില്ല, ശപിച്ചവർക്കേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഇളവ് തരാം. കാരണം നിങ്ങൾ ഇത്ര നാളും എൻ്റെ സെക്യൂരിറ്റി ആയിട്ട് വാതിക്കൽ ഇത്രയും കാവൽ നിന്നവരല്ലേ, ഇത്രയും കടമ്പകളെല്ലാം കടന്ന് ഇവിടെ എത്തിയവരുമാണ്. നിങ്ങളൊരു 3 ജന്മം അസുരന്മാരായിട്ട് ജനിച്ച് കർമ്മം കൊണ്ട് ശുദ്ധി ചെയ്ത് നിങ്ങൾ വീണ്ടും നിങ്ങളെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരാം, വീണ്ടും ഇവിടെ വന്ന് നിങ്ങൾക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാം, അതുവരത്തേക്ക് ഭൂമിയിൽ പോവുക. അങ്ങനെ പോയിട്ട് പോയ ആദ്യത്തെ ജന്മമാണ് ആര്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജ്യേഷ്ഠനും അനിയനും. ഹിരണ്യാക്ഷനാണ് ഭൂമിയെയും കൊണ്ട് ജലം. ഇപ്പോൾ ഈ പുള്ളിയുടെ ഭരണത്തിലാണ് ഭൂമിയെ മുഴുവൻ നശിച്ച് ആകെപ്പാടെ വല്ലാതെയായത്. അപ്പോൾ ആ ഹിരണ്യാക്ഷനെ കൊന്നു. വിഷ്ണു തന്നെ അവതരിച്ച് ഹിരണ്യാക്ഷനെ കൊന്നു. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ ശവശരീരത്തിനടുത്ത്, മൃതദേഹത്തിനടുത്തിരുന്നുകൊണ്ട് ഹിരണ്യകശിപു ചിന്തിച്ചു, ഇല്ല, ഈ വിഷ്ണു ഞങ്ങളുടെ ശത്രുക്കളായിട്ട് തീർന്നിരിക്കുകയാണ്. അവിടെയും ഞങ്ങൾക്ക് ശത്രുവായിരുന്നു, ഞങ്ങളെ ശപിച്ച് ഇവിടെ വിട്ടു, ഇവിടെയും ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ശത്രുവിനോട് പൊരുതണമെങ്കിൽ തുല്യ ശക്തി വേണം. ശക്തനാണ് ശത്രുവെങ്കിൽ അത് ശക്തിയുള്ളവരെ എതിർക്കാൻ പറ്റുള്ളൂ, വെറുതെ കയറി നമ്മളെ എതിർക്കാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഹിരണ്യകശിപു ആലോചിച്ചു, അതിന് ശക്തൻ വിഷ്ണുവിനോട് എതിർക്കണമെങ്കിൽ ശിവനോട് എന്ന് പറഞ്ഞാലോ. പക്ഷേ ശിവനോട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ വിഷ്ണു പറയുന്നത് കേൾക്കുള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും പോകത്തില്ല. വിഷ്ണു ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ അതേ കേൾക്കുള്ളൂ. അതുകൊണ്ട് പുള്ളിയോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി എപ്പോഴും ഉറപ്പുക. എന്നൊരു കാര്യം ബ്രഹ്മാവിനോട് എന്ന് പറയാം. പുള്ളി വളരെ ഒരു രസികനാണ്, കാരണം ക്ഷിപ്രപ്രസാദിയാണ്. എന്തെങ്കിലും കാര്യം ചെയ്താൽ പുള്ളി ഉടനെ പ്രസാദിക്കും, നമ്മൾ ചോദിക്കുന്ന വരങ്ങളൊക്കെ തരും. തന്നെ പുള്ളി ഭയങ്കര തിരക്കില്ല, പ്രപഞ്ചത്തിലെ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആര്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നത് സരസ്വതി ദേവിയുടെ അറിവും ആ കൺസൾട്ടേഷനും കൂടി